എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തൊടുകുറി ശാസ്ത്ര വിശകലനത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിലൊന്നാമത്തേത് 5 പൈസ നാണയവും രണ്ടാമത്തേത് 10 പൈസ നാണയവുമാണ്. വാസ്തവത്തിൽ ഇവിടെ നിങ്ങൾ ഈ ഒരു നാണയം തൊടുക എന്നത് എനിക്ക് ഈ തൊടുകുറി ഫലങ്ങൾ ഇവിടെ ഈ കാണുന്ന 2 നാണയങ്ങളിലേക്കും പകുത്തു നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ 2 പോയിൻറ്റ്സുകൾ വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഈ 2 നാണയങ്ങൾ ഈ 2 നമ്പറുകളോടൊപ്പം വെച്ചാൽ മാത്രമേ അതിൽ ഫലം പറയാൻ എനിക്ക് നിഷ്പ്രയാസം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നാണയത്തിൻ്റെ ആകൃതിയോ അതിൻ്റെ മൂല്യമോ നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഒന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ശേഷം നിങ്ങളുടെ കണ്ണ് അങ്ങോട്ട് തുറക്കുന്ന മാത്രയിൽ ഏത് നാണയമാണോ നിങ്ങളെ മാടി വിളിക്കുന്നത് ആ നാണയം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാണയമായി ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക. അതിനെ തുടർന്ന് ആ നാണയത്തിൽ അടങ്ങിയിട്ടുള്ള തൊടുകുറി ഫലങ്ങൾ, അതായത് നിമിത്ത ലക്ഷണപ്രകാരവും നിങ്ങളുടെ ഭാഗ്യവും കണക്കിലെടുത്ത് നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വളരെ കൃത്യമായി അല്ലെങ്കിൽ പരമാവധി കൃത്യതയോടുകൂടി പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്ര സമയം കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു നാണയം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് തൊടുകുറി റീഡിങ്ങിലേക്ക് കടന്നു പോകാം. അതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എനിക്ക് ഈയിടെയായി നിരവധി പൂജകൾ ക്ഷേത്രത്തിന് പുറത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ യാത്രയിലായിരിക്കും. എന്നിരുന്നാൽ തന്നെയും സമയ ലഭ്യതയ്ക്കനുസരിച്ച് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും എഴുതിയെടുത്ത് പൂജയിലേക്ക് തീർച്ചയായും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു നാണയം നിങ്ങളുടേതായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈ സമയം നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ പേരും ഇഷ്ടദൈവത്തോടുള്ള ആ ഒരു പ്രാർത്ഥനയും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കണം എന്നുള്ളവർക്ക് നിങ്ങളുടെ ആ പ്രാർത്ഥന താഴെ കമൻറ്റ് ബോക്സിൽ ഈ നിമിഷം തന്നെ എഴുതി ചേർക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആധികൾ അത് നന്നായി കുറഞ്ഞു കിട്ടുകയോ ചെയ്യുന്നതാണ്. മാത്രവുമല്ല, നിങ്ങൾ ഈ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുന്നത് അത് പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്താനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൂടി അതിനോടൊപ്പം ചേർത്താൽ മതിയാകും. അത് ശനിയാഴ്ചത്തെ നവഗ്രഹ പൂജയിലേക്കോ അല്ലെങ്കിൽ ദിവസേനയുള്ള നിത്യപൂജയിലേക്കോ ഗണപതി ഹോമത്തിലേക്കോ ഭഗവതി സേവയിലേക്കോ ഈ പറഞ്ഞ രീതിയിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് താഴെ തന്നാൽ മതിയാകും. അപ്പോൾ ശരി, ഒന്നാമത്തെ നാണയമായിട്ടുള്ള 5 പൈസ നാണയം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം നിങ്ങളോട് നേരെ ചൊവ്വ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ എന്നോട് വഴക്ക് വിചാരിക്കരുത്. പറയാൻ കാരണം, ഇവിടെ ഈ 5 പൈസ തൊട്ട് തിരഞ്ഞെടുത്ത ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ സർവ്വവിധ ആത്മവിശ്വാസങ്ങളും മാനസിക ധൈര്യവും നഷ്ടപ്പെട്ട ആ ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ക്രോഡീകരിച്ച് പറഞ്ഞാൽ നിങ്ങളൊരു തരം സ്തംഭനാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെയാണ് തൊടുകുറി ഫലമായിട്ട് ഈ കോയിൻ നിങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടായ ആ ഒരു കാരണവും. ഈ സ്തംഭനാവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലോ ബിസിനസ്സിലോ പ്രതീക്ഷിച്ചതുപോലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രവുമല്ല, അത് അബദ്ധത്തിലാണ് ഇപ്പോൾ കലാശിച്ചിരിക്കുന്നതും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജോലി സ്ഥലത്ത് കലഹം, ജോലി മാറ്റം, ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പുതിയൊരു ജോലി എത്ര അന്വേഷിച്ചിട്ടും അത് ലഭിക്കാതിരിക്കുക ഇത്യാദി കർമ്മ തടസ്സങ്ങളാൽ ഇപ്പോൾ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് എന്നാണ് തൊടുകുറി ഫലമായി പറയാൻ സാധിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായി അത്ര വലിയ ബാധ്യതകൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ശ്രമിച്ചാൽ അത് റോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വസ്തുവകകൾ നിങ്ങളുടെ കൈവശം ഇപ്പോഴുമുണ്ട്. എന്നാലും നിങ്ങൾ ചെന്ന് തൊടുന്നതെല്ലാം അബദ്ധം എന്ന് പറയുന്നത് പോലെ ഈയിടെയായിട്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ ചെന്ന് തൊടുന്നതെല്ലാം നിങ്ങൾക്ക് നേരെ വിപരീതമായിട്ടാണ് അനുഭവത്തിൽ വരുന്നത്. അതുമാത്രവുമല്ല, മിക്കവാറും സമയങ്ങളിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച് അല്ലെങ്കിൽ ആവശ്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നുമുണ്ട്. പറയാൻ കാരണം, എൻ്റെ അവസ്ഥ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ അത് തരണം ചെയ്യുമെന്നുള്ള ആ ഒരു ആവലാതി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഒരു പോരായ്മയായിട്ട് കാണാൻ സാധിക്കുന്നത്
മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പകുതി പരിഗണന പോലും നിങ്ങൾക്ക് തരുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരവസ്ഥ. അതുപോലെ തന്നെ രാത്രികളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കാരണം ഉറക്കം വളരെയധികം നഷ്ടപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ ഈയിടെയായി കൂടി വരുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തിരഞ്ഞെടുത്ത ആ ഒരു നാണയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വാസ്തവത്തിൽ ഈ കാണുന്ന 5 പൈസ എന്നത് അത് മൂല്യത്തിൽ ചെറുതാണെങ്കിൽ പോലും വലിയ കാര്യങ്ങളുടെ തുടക്കം ചെറുതിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര ചെറിയ ഒരു പ്രശ്നമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എത്ര ചെറിയ ഒരു ആവശ്യമാണെങ്കിൽ പോലും അതിന് നിങ്ങൾ ഉറപ്പായിട്ടും മുൻഗണന കൊടുക്കുക. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കുക. അതിനുശേഷം മാത്രം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആശങ്കകൾക്കെല്ലാം നിങ്ങൾ ചെവി കൊടുത്താൽ മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ കാര്യം നടന്നു കഴിഞ്ഞിട്ട് മാത്രം ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ നോക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനം ഇന്നു മുതൽ നിങ്ങൾ കൈക്കൊള്ളുക. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ നാളെ മുതൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങളുടെ ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിന് ഒറ്റ വാക്കിലുള്ളൊരു ഉത്തരം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓടി നടക്കുന്നതിന് മുൻപ് സ്വന്തം കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി പൂർത്തിയാക്കുക. ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ, അതായത് വലിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിച്ച് പേടിക്കാതെ ഇന്നു മുതൽ ചെറിയ ചെറിയ തുകകൾ കൂട്ടിവയ്ക്കാൻ നിങ്ങൾ ശീലിക്കുക. അതുപോലെ തന്നെ മൗനം പാലിക്കുക. അതായത് നിങ്ങളുടെ അടുത്ത ലക്ഷ്യങ്ങൾ നിങ്ങൾ ആരോടും വെളിപ്പെടുത്താതിരിക്കുക. പ്രവൃത്തിയിലൂടെ അവർക്ക് മറുപടി കൊടുക്കുക. അടുത്ത 41 ദിവസത്തേക്ക് ഈ കൃത്യനിഷ്ഠ നിങ്ങൾ കൃത്യമായി പാലിച്ചാൽ നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങുന്നത് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ആദ്യത്തെ നാണയമായ 5 പൈസ നാണയം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തതായി തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ നമ്പർ കൊടുത്തിട്ടുള്ള 10 പൈസ നാണയം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കയ്യിൽ പണം വരുന്നുണ്ട്, പക്ഷേ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് പോലും നിശ്ചയമില്ല. ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് നിങ്ങളുടെ സമ്പാദ്യം ഏറിയ പങ്കും നിങ്ങൾക്ക് വിനയാകുന്നത് നിങ്ങളുടെ കൈവിട്ടു പോകുന്ന ചിലവുകളാണ് നിങ്ങളുടെ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ള ആ ഒരു വില്ലൻ. അപ്പോൾ ഈ ഒരു ന്യൂനത നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ ഉള്ള ആശയവിനിമയങ്ങളിൽ പോലും ഈ ചെറിയ ചെറിയ പാളിച്ചകൾ നിങ്ങൾക്ക് കൂടെ കൂടെ സംഭവിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെ ചിന്തിച്ച്, അതായത് ഈ ഒരു ചെറിയൊരു ന്യൂനത നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും ഈ ഒരു നെഗറ്റീവ് ന്യൂനത നിങ്ങളെ പിന്തുടരുന്നുണ്ട്. മാത്രമല്ല മിക്കവാറും സമയങ്ങളിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സഹപ്രവർത്തകരാകട്ടെ, ബന്ധുക്കളാകട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, അതെല്ലാം അവർ തെറ്റായിട്ടാണ് വിലയിരുത്തുന്നത്. മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏതൊരു കാര്യവും തുടങ്ങാൻ അത് നിങ്ങൾക്ക് വലിയ ആവേശമായിരിക്കും, പക്ഷേ അത് പകുതി വഴിയിൽ അത് ഉപേക്ഷിക്കുന്ന ഒരു ശീലവും നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു വ്യക്തിയോ നിങ്ങളുടെ ഇതുവരെയുള്ള സ്വഭാവത്തെ അവർ മാറ്റിമറിക്കുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങളുടെ തലവര തെളിയും എന്ന് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പറയാൻ കാരണം അവിശ്വസനീയമായ രീതിയിൽ ഒരു ധനവരവ് നിങ്ങൾക്ക് തൊടുകുറി ഫലമായിട്ട് ക്രമേണ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിൽ നിങ്ങൾ വലിയ വീഴ്ച വരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഭക്ഷണക്രമത്തിൽ യാതൊരു ശ്രദ്ധയില്ലായ്മയാണ് നിങ്ങളെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ, എപ്പോഴുമല്ല ചില സമയങ്ങളിൽ മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആസ്വദിച്ച് വേണ്ട രീതിയിൽ കഴിക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും ചെയ്യേണ്ട ആ ഒരു ടാസ്കുകൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അത് നിങ്ങൾ തലേ ദിവസം തന്നെ ഒന്ന് എഴുതി വയ്ക്കുക. ഇത് കേൾക്കുമ്പോൾ ഇതൊരു നിസ്സാര കാര്യമായിട്ട് തോന്നാമെങ്കിലും നിങ്ങളിങ്ങനെ ഈ ഒരു ശീലം ഒന്ന് ചെയ്തു നോക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ പിറ്റേ ദിവസം ദേവാലയ ദർശനം നടത്തണം എന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരാളെ കാണാൻ പോകണം, അയാളെ കാണുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ നിർഭയം സംസാരിക്കും, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഓഫീസിൽ പോയി എൻ്റെ ആ ഒരു കാര്യം നടത്തി എനിക്ക് തിരികെ വരണം. ഇങ്ങനെ നിങ്ങൾ കൃത്യമായ ഒരു ലിസ്റ്റ് മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുക. ഇപ്രകാരം ഈ പറഞ്ഞ പ്രകാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പകുതിക്ക് വെച്ച് നിർത്തിയിരുന്ന ആ ഒരു സ്വഭാവ വൈകല്യങ്ങളെല്ലാം നിങ്ങൾ മറികടന്ന് ഒരു ശക്തനായ മനുഷ്യനായി തീരും. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ചിലവ് നിയന്ത്രണം. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി പണം ചിലവാക്കുന്നത് അടുത്തൊരു മാസത്തേക്ക് നിങ്ങൾ കർശനമായി ഒന്ന് ഒഴിവാക്കി നോക്കുക. മറ്റൊന്ന് നിങ്ങളുടെ സംസാരത്തിൽ വരുത്തേണ്ട ആ ഒരു മിതത്വം. അതായത് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ആശയവിനിമയങ്ങൾ നടത്തുന്ന ആ ഒരു വേളയിൽ നിങ്ങളുടെ ഭാഗത്താണ് ശരി എങ്കിൽ പോലും അല്പം ഒന്ന് താഴ്ന്നു കൊടുക്കുക. അതിനുശേഷം, അതായത് ആദ്യം ഒന്ന് താഴ്ന്നു കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ അവസരം വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളവിടെ ശക്തിയായി ഉന്നയിക്കുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാനസിക സമാധാനം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 നാണയങ്ങളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ വരും ദിവസങ്ങളിലെ ജീവിതവുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ദയവായി ഒന്നറിയിക്കുക. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ തീർച്ചയായും നിങ്ങളുടെ തലവര തെളിയും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല, തർക്കവുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.